പുറത്ത് ഇവിടത്തേക്കാൾ കൂടിയ പ്രൈസാണ്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഇവിടെ തമ്മിൽ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് വില കുറവ്. ഇത് പൊതുജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാവും. എന്ത് മേടിച്ചാലും ഇവിടെ ഒന്നും മേടിക്കാറുള്ളൂ. അന്വേഷിച്ചായിരുന്നു ചേട്ടാ? ഇതിൽ അവിടത്തേക്കാൾ ഒരു 1000 രൂപ കുറവാണ്. 1000 രൂപ നമുക്ക് ഇവിടെ കുറവാണ് പുറത്തുനിന്നുള്ളതിനേക്കാൾ. ഞങ്ങൾ മേടിക്കാനുള്ള ഭയങ്കര ലാഭമാണ് ഇവിടെ വന്ന് വാങ്ങിക്കാൻ. ബ്രാൻഡാണ് വിത്ത് വാറണ്ടി അല്ലാത്ത ഒരു സാധനവും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നില്ല. ഷോപ്പുകളിലൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടും ഓഫറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാലം കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ വേണോ റേറ്റ് നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഡിസ്കൗണ്ട് കൊള്ളാം കേട്ടോ. ഞാൻ നേരത്തെ അവിടെ ഒരു സാധനം നോക്കിയത് 7000 സംതിങ് ആണ് MRP ഇട്ടേക്കുന്നത്. 2000 ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എല്ലാ കടകളിലും ഇപ്പോൾ ഒരുപാട് ഓഫറുകളല്ലേ. അപ്പോൾ സാധാരണക്കാർക്ക് അവിടെ പോയി തള്ളാതെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. സാധാ കടകളെക്കാളും വില കുറച്ച് ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവിധ ഗൃഹോപകരണ സാധനങ്ങളും കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ എല്ലാം ഉണ്ട്. അത് തന്നെ അവർക്ക് 50 to 80% സബ്സിഡിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പുറമെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആ വിലക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. വെഞ്ഞാറമൂടുകാരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ റബ്ബർ സൊസൈറ്റി. ഞാൻ നിൽക്കുന്നത് റബ്ബർ സൊസൈറ്റിക്ക് മുന്നിലാണ്. ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന റബ്ബർ സൊസൈറ്റിയുടെ ഒരു സബ്സിഡി 80% വരെ സബ്സിഡിയും, അത് മാത്രമല്ല ഗൃഹോപകരണങ്ങൾ 70% വരെ, അത് പ്രോഫിറ്റ് ഇല്ലാതെ കൊടുക്കുന്നതേ. ഇത് വെഞ്ഞാറമൂട്ടിലെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ ഓണക്കാലത്ത് ഇത്രയേറെ ഡിസ്കൗണ്ട് വേറെ എങ്ങുമില്ല. അത് വളരെയധികം ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് പറയുന്നതല്ല, നേരെ വന്ന് കണ്ടു നോക്കൂ. സാധാരണക്കാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഈ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നോളൂ. 13-ാം തീയതി വരെയാണ് ഈ റബ്ബർ സൊസൈറ്റിയുടെ ഈ ഓണമേള 2024 ഉള്ളത്. നമസ്കാരം എല്ലാവർക്കും. അതായത് റബ്ബർ സൊസൈറ്റിയുടെ പേരിൽ ഇവിടെ ഓണം മേളയൊക്കെ നടത്തുകയാണ്. ഗൃഹോപകരണങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒക്കെ വരാനുള്ള കാരണം? കഴിഞ്ഞ നമ്മൾ ഏകദേശം 60 വർഷമായിട്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. അതായത് നമ്മളെ റബ്ബർ മാത്രമാണ് നമ്മുടെ മേഖലയായിരുന്നത്. അപ്പോൾ ഇത്രയും 60 വർഷമായില്ലേ, ഇനിയെങ്കിലും മാറണ്ടേ എന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ടാണ് എല്ലാ കാർഷിക ഉപകരണങ്ങളും 70-80% വരെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. കൂടാതെ ഞങ്ങളിപ്പോൾ മറ്റ് ഗൃഹോപകരണങ്ങളായിരുന്നാലും റബ്ബറിന് ഇപ്പോൾ കാർഷിക ഉപകരണങ്ങളിൽ നമുക്ക് ബ്രഷ് കട്ടർ, ചെയിൻസോ എന്നിവയെല്ലാം നമുക്ക് വളരെ റേറ്റ് കുറച്ച് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റും. സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത്. ഐറ്റംസ് ആണല്ലോ, എല്ലാം ബ്രാൻഡാണ് വിത്ത് വാറണ്ടി അല്ലാത്ത ഒരു സാധനവും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എവിടെ വേണോ റേറ്റ് നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. നാട്ടുകാർക്കൊക്കെ ഇത് അറിയുന്നില്ല, ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെഞ്ഞാറമൂടി തന്നെ ഒരുപാട് കടകളിൽ ഡിസ്കൗണ്ട് നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കാൾ വെച്ച് നോക്കിയാൽ പോലും ഒരുപാട് ഡിസ്കൗണ്ട് ഇവിടെ റേറ്റ് കുറവാണ് ഗൃഹോപകരണങ്ങളൊക്കെ. അപ്പോൾ അത് നാട്ടുകാരിലേക്ക് എത്താത്തത് ഒരു പ്രശ്നമായിട്ട് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം അവിടെ നടത്തിയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്താതെ പോകരുത് എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഇപ്പം ഇത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ സാധാരണ നമ്മളിതുവഴി പാസ് ചെയ്ത് പോയതാണ്, വെറുതെ ഒന്ന് പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഓണമേള കാണുന്നതും ഗൃഹോപകരണങ്ങളുടെയൊക്കെ 70% ഡിസ്കൗണ്ട് കാണുന്നതും. ഒരു സാധനവും ബ്രാൻഡഡ് അല്ലാത്ത അല്ലെങ്കിൽ വാറണ്ടി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നില്ല. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നതല്ല, കസ്റ്റമറിന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും റേറ്റ് കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വില അത്യാവശ്യം കൂടുതലാണ്, ഏത് കമ്പനിയുടെ കാര്യങ്ങളായാലും നോക്കിയാലും. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിലും ജനങ്ങൾക്കത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാടക കൊടുക്കണ്ട, സ്വന്തം സ്ഥാപനമാണ്, നമുക്ക് ബിൽഡിംഗ് എല്ലാം സൊസൈറ്റിയുടെ തന്നെ സ്വന്തമാണ്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭത്തിന് കൊടുത്തുവിടാന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ നമുക്ക് എടുക്കുന്ന സാധനം അതേ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു ആശയത്തിൽ നിന്നാണ് ആൾക്കാരുടെ ആവശ്യം. പലരും വന്ന് ഓരോ സാധനങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഓരോ സമയവും നമ്മളെന്ത് ചെയ്ത് കുറേശ്ശെ സാധനങ്ങളെടുത്ത് അവർക്ക് കൊടുക്കാൻ നോക്കി തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഒരു കാർഷിക ഉപകരണങ്ങൾ മാത്രമല്ല ഗൃഹോപകരണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാവിധ ഗൃഹോപകരണ സാധനങ്ങളും
കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ എല്ലാം ഉണ്ട്. അത് തന്നെ അവർക്ക് 50-80% സബ്സിഡിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഡിസ്കൗണ്ടിന് തന്നെയാണ് കൊടുക്കുന്നത്. എവിടെ പോയി ഏത് ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാളും വിലക്കുറവിൽ നമുക്കിവിടെ കിട്ടും. അത് മാത്രമല്ല എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതായത് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ പുറത്ത് നമ്മൾ പോയി വാങ്ങുമ്പോൾ ഒരുപാട് പ്രൈസ് വരുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ വരികയാണെങ്കിൽ അത്രയേറെ ഡിസ്കൗണ്ടിൽ നമുക്കത് കിട്ടുന്നുണ്ട്.